സർക്കാരിൻ്റെ യു ടേൺ എന്ന ചോദ്യത്തിന് സർക്കാരിൻ്റേത് യു ടേൺ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ആ യു ടേൺ തുടങ്ങിയത് ഇപ്പോഴല്ല, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഓരോ വീടുകളിലും പോയി ഞങ്ങളിതാ ചെയ്ത് തെറ്റായിപ്പോയി, പിഴവ് പറ്റി എന്ന രൂപത്തിൽ തന്നെ ഒരു ക്ഷമാപണം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ നമുക്ക് നോക്കേണ്ടത് 2018 ഈ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ എത്രത്തോളം ശക്തമായ നിലപാടെടുത്തിരുന്നു, അന്ന് നടത്തിയ പ്രതികരണങ്ങൾ. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് 4 വോട്ടിന് വേണ്ടിയല്ല, 4 വോട്ടിന് വേണ്ടിയല്ല, നവോത്ഥാനത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും പ്രധാനമാണ് സുപ്രീം കോടതിയുടെ വിധി, അത് നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നടപടിയുമായി മുന്നോട്ട് പോയത്. അപ്പോൾ അത്രയും ശക്തമായ പ്രതികരണങ്ങൾ അന്ന് നടത്തിയിരുന്നു. അതിനുശേഷം നമുക്കറിയാം നവോത്ഥാന സമിതി, നവോത്ഥാന സംരക്ഷണ സമിതി, നവോത്ഥാന മതിൽ, വനിതാ മതിൽ, സ്ത്രീകളെ പുരോഗമന ആശയങ്ങൾ പിന്തുടരുന്ന മുഴുവൻ ആളുകളെയും കൊണ്ടുവരുന്നു, ദളിത് ചിന്തകരെ കൊണ്ടുവരുന്നു, എല്ലാവരും ഒരുമിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം. ആ നിലയ്ക്ക് കേരളമാകെ മാറി എന്നൊരു തെറ്റിദ്ധാരണ അന്ന് ഇടത് സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ മാറിയിട്ടില്ല എന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കഴിഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞ് വീടുകളിൽ പോയി ക്ഷമാപണം നടത്തുന്നു. അതുവരെ കിട്ടിയിരുന്ന ഹൈന്ദവ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ അന്നേ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഇപ്പോൾ കാണാൻ പറ്റുകയുള്ളൂ. ഇനി ഈ ദേവസ്വം ബോർഡാണല്ലോ പ്രതികരിക്കുന്നതെന്നല്ല, ദേവസ്വം ബോർഡ് പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലൊരു തീരുമാനമുണ്ടായിട്ടുണ്ട്. ഇടത് പക്ഷത്തിന് CPM ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് എന്നുള്ളത് നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്ന് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ ഇത്രയും വർഗീയ പ്രസംഗങ്ങൾ തുടർച്ചയായി നടത്തിയിട്ടും അതിലൊന്നും ശക്തമായി പ്രതികരിക്കാതെ, കണ്ടില്ലെന്ന് നടിക്കാതെ മാറുന്നത്. അതോടൊപ്പം നേരത്തെ ന്യൂനപക്ഷ പ്രീണനം നടത്തിയിരുന്ന കാര്യം നമുക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അന്ന് പൗരത്വ വിഷയത്തിലടക്കം ആദ്യം നിലപാടെടുത്തുകൊണ്ട് CPM മുന്നോട്ട് വരുന്നു, അവരെ സംഘടിപ്പിക്കുന്നു, പ്രതികരിക്കുന്നു. പിന്നീട് ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പക്ഷത്താക്കാൻ ഒരു വശത്ത് ശ്രമിക്കുന്നു, സുന്നി വിഭാഗത്തെ തങ്ങളുടെ പക്ഷത്താക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇതൊക്കെ ഒരു വശത്ത് കണ്ടതാണ്. ഇതിപ്പോൾ ഹൈന്ദവ വോട്ടുകളുടെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവെ ഈ തരത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ CPM ഒരു നിലപാട് മാറ്റമുണ്ടായിട്ടുണ്ട്. ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ പിതാവിനെ അങ്ങോട്ട് പോയി കണ്ടാണ് മന്ത്രി സംസാരിച്ചത്. അങ്ങനെ പറയരുതായിരുന്നു എന്ന് പോയി സംസാരിച്ചത്. അത് മാർ ജോസഫ് കല്ലറങ്ങാടാണല്ലോ അങ്ങോട്ട് പോയി കണ്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഈ തരത്തിലാണ്. മുമ്പായിരുന്നെങ്കിൽ അതിനോട് ശക്തമായി പ്രതികരിച്ച പിണറായി വിജയൻ്റെ വാക്കുകൾ തന്നെ നമ്മുടെ ചരിത്രത്തിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇവിടെ മതസംഘടനകളുമായി ബന്ധപ്പെട്ട് വർഗീയ പ്രതികരണങ്ങൾ നടത്തുന്നവരോട് എങ്ങനെയാണ് പിണറായി വിജയൻ സംസാരിച്ചിരുന്നതെന്ന്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അതിൽ നിന്ന് മാറി വോട്ടാണ് പ്രധാനം, ഇനിയും മൂന്നാമതും പിണറായി സർക്കാരിന് അധികാരത്തിൽ, അല്ലെങ്കിൽ LDF സർക്കാരിന് അധികാരത്തിൽ വരേണ്ടതുണ്ട് എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വോട്ടാണ് മുഖ്യം, വോട്ട് തന്നെയാണ് പ്രധാനം, 4 വോട്ട് തന്നെയാണ് പ്രധാനം എന്ന രൂപത്തിലേക്ക് ഇടത് സർക്കാർ പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം. എന്തുകൊണ്ട് ആഗോള ശബരിമല സംഗമം എന്നാക്കിയില്ല, അയ്യപ്പ സംഗമം എന്നാക്കുന്നത്? ഈ പറയുന്നത് ഒരു പ്രായശ്ചിത്തം, നേരത്തെ ചെയ്ത് തെറ്റായി പോയി എന്ന് അവർ കരുതുന്നു, അത് തിരുത്തുക എന്ന നടപടിയിലേക്കാണ്. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ പറയുന്നത് യുവതീ പ്രവേശം കഴിഞ്ഞ അധ്യായമാണ്, ഇനി ആ അധ്യായം പുറകിലേക്ക് തുറക്കരുത് എന്നാണ് പറയുന്നത്. അതിനി പറയാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. CPM വിശ്വാസികൾക്കൊപ്പം ആണെന്നാണ് പറയുന്നത്. അതായത് പിണറായി സർക്കാർ ഇനി ആചാര സംരക്ഷകരാണ്. നോക്കൂ, ആചാര സംരക്ഷകരായി ഇവിടെ CPM വരുമ്പോൾ BJPക്ക് ആകെ ബുദ്ധിമുട്ടാവുകയാണ്. കാരണം ഞങ്ങളാണല്ലോ അത് ഏറ്റെടുത്തിരുന്നത്, ഞങ്ങളുടെ റോളിലേക്ക് നിങ്ങൾ എന്താണ് വരുന്നത് എന്നുള്ള അങ്കലാപ്പാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വരുന്നത്. അതുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി ആയാലും BJP ആയാലും സർക്കാരിൻ്റെ വോട്ട് തന്ത്രമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അന്ന് കോൺഗ്രസ് എടുത്ത നിലപാട് സുപ്രീം കോടതി വിധിയാണ്, അതിനെതിരെ പരസ്യമായ ഒരു സമരത്തിലേക്ക് പോകേണ്ടതില്ല, പക്ഷേ ഞങ്ങളുടെ നിലപാട് വിശ്വാസത്തിനൊപ്പമാണ് എന്ന നിലപാടെടുത്തുകൊണ്ട് അവർ തെരുവിലേക്ക് ഇറങ്ങിയില്ല, ഈ പറഞ്ഞ മാതിരി പ്രക്ഷോഭങ്ങളിലേക്ക് ഇറങ്ങിയില്ല. ആ നിലപാട് അല്ല, വലിയ രീതിയിലുള്ള ഈ പറയുന്ന BJP നടത്തിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോലെയൊന്നും കോൺഗ്രസ് പോയിട്ടേ ഇല്ല. അത് അവർക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തു. അതായത് വിശ്വാസത്തിനൊപ്പം നിൽക്കുന്നു എന്ന നിലപാടെടുക്കുകയും ഞാൻ പറഞ്ഞോട്ടെ വിശ്വാസത്തിനൊപ്പം നിൽക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും അതേസമയം ഈ പറഞ്ഞ കോടതി വിധിക്കെതിരെ പോകാതിരിക്കുകയും ചെയ്ത് അതിനോട് കൂടി ചേർന്നാണ് ആളുകളിൽ നിന്ന്, വോട്ടർമാർ നിന്ന്. അതുകൊണ്ട് അത് ഗുണം ചെയ്തു. അപ്പോൾ അതാണ് സംഭവിച്ചത്. ഇപ്പോൾ NSSനെയും SNDP യോഗത്തെയും ഇങ്ങോട്ടേക്ക് ഈ വിഷയത്തിൽ അടുപ്പിക്കാൻ കഴിഞ്ഞു. SNDP യോഗം വെള്ളാപ്പള്ളി നടേശൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്. ഇടയ്ക്ക് BJP മോദി നല്ലതാണെന്ന് പറയും, ഇടയ്ക്ക് പിണറായി വിജയൻ നല്ലതാണെന്ന് പറയും. ഇപ്പോൾ നിലവിൽ ഈ വിഷയത്തിൽ ഈ സംഭവത്തെ സ്വാഗതം ചെയ്യുകയാണ്. NSS ആകട്ടെ, NSSുമായി ഈ ബന്ധമൊന്ന് നന്നാക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായി നടന്നിട്ടുണ്ട്. പിണറായി വിജയൻ നേരത്തെ തന്നെ സുകുമാരൻ നായരെ പോയി കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ബന്ധം ഒന്ന് നന്നായി വരുന്നു. സുകുമാരൻ നായർ പറയുന്നതിനനുസരിച്ചാണോ സമുദായ
അവരുടേതായ വോട്ട് പോവുക എന്നുള്ള മറ്റൊരു വിഷയം നിൽക്കുന്നത്. കാരണം 9 വർഷത്തിൻ്റെ ഭരണം കൂടി വിലയിരുത്തുമല്ലോ. ഈ പറയുന്ന മാതിരി പ്രീണനം മാത്രമല്ലല്ലോ കാര്യം. ഇനി ഈ പറയുന്ന വികസനവുമായി ബന്ധപ്പെട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. വികസനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വിശ്വാസികൾ മാത്രം എന്ന് പറയുകയും അവിടേക്ക് രാഷ്ട്രീയക്കാരൊന്നും വേണ്ട എന്ന് നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത് നേരെ ശബരിമലയിലേക്ക് പോകാം എന്ന രീതിയിൽ മാലയിട്ടാണോ ഈ പറയുന്ന അന്യ രാജ്യങ്ങളിലുള്ള വിശ്വാസികളടക്കം വരുന്നതെന്നുള്ള അറിയില്ല. കാരണം അങ്ങനെയാണ് പറയുന്നത്, ഇതിനുശേഷം ശബരിമലയിലേക്ക് പോകാം, ആചാരങ്ങൾ തെറ്റിക്കില്ല എന്ന രൂപത്തിലാണ്. അപ്പോൾ ശബരിമലയിൽ നടക്കുന്ന ഒരു പരിപാടിയല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ പോലും മാഡം പരിപാടിയുടെ സമയം കൂടി ശ്രദ്ധിക്കണം. സെപ്റ്റംബർ 20 എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു കന്നിമാസമാണ്. മാസപൂജകൾ 5 ദിവസമാണ് ശബരിമലയിൽ നടക്കുന്നത്. അപ്പോൾ ആ മാസപൂജകൾ നടക്കുന്ന വേളയിൽ അവസാന ദിവസമാണ് ഈ സംഗമം തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ശബരിമലയിലേക്ക് നേരിട്ട് പോകാൻ പറ്റില്ല, പക്ഷേ വേണമെങ്കിൽ ശബരിമലയിൽ പോയി തൊഴുത് ഭക്തർക്ക് ഈ സംഗമത്തിലേക്ക് എത്താം. ശരി, അങ്ങനെയാണ്. അങ്ങനെയാകുമ്പോൾ വിശ്വാസികൾ മാത്രം വന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോഴാണ് നമ്മുടെ ചർച്ചയിലാണല്ലോ സുജിയ സംസാരിക്കുമ്പോഴുള്ള VN വാസൻ മന്ത്രി ടെലിഫോണിൽ കിട്ടിയ മന്ത്രി പറയുകയാണ് ബിന്ദു അമ്മിണി പോകാൻ ആഗ്രഹിക്കുന്നു, മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ളവർക്കൊന്നും വരാനുള്ള പരിപാടിയല്ല, അങ്ങനെയുള്ളവർക്കൊന്നും വരാൻ പറ്റുന്ന പരിപാടിയല്ല എന്ന് പറയുന്നിടത്ത് തന്നെ യൂട്ടേൺ വ്യക്തമാണെന്നേ. അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അന്ന് 2018 വലിയ നിലപാട് ഇടത് സർക്കാർ പറഞ്ഞത്. അവിടെ നിന്ന് പിന്നാക്കം പോയി ഞങ്ങളിനി ആചാര സംരക്ഷകരാണ്, ഞങ്ങളിനി നവോത്ഥാനം വിട്ടു എന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ മതി, ആ പ്രശ്നം അവിടെ തീരുന്നു. അല്ല, ആചാര സംരക്ഷിക്കാൻ ഒരു സർക്കാർ തയ്യാറായി കഴിഞ്ഞാൽ അത് എല്ലാ മതവിഭാഗങ്ങളുടെയും ആചാരത്തിന് നിലയ്ക്ക് തന്നെ അവർ പറയുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇനി വിശ്വാസികൾക്കൊപ്പം ഞങ്ങളുണ്ടെന്നും പഴയ അധ്യായം ഇനി തുറക്കണ്ട എന്നും പറയുന്നു. ഇനി UDF-ലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ശക്തമായ പ്രതികരണം അന്ന് VD സതീശൻ പറഞ്ഞാണ്, ഇന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇന്ന് അദ്ദേഹം മാറിപ്പോയി. പക്ഷേ ഈ ലീഗിന് മറ്റൊരു നിലപാടെന്ന് പറഞ്ഞു. ലീഗ് എന്ത് നിലപാടെടുക്കുന്നേ ഒന്ന് പറഞ്ഞു. ലീഗ് ഒരു നിലപാട് ആഗോള അയ്യപ്പ സംഗമം ശരിയല്ല എന്ന് മുസ്ലിം ലീഗിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ മുസ്ലിം ലീഗിലെ മുസ്ലിം മാത്രം എടുക്കില്ലേ? അതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ സ്ഥിതി. ഒരു മിനിറ്റ് പറയട്ടെ. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഒരു നിലപാട് പറയാത്ത. മുസ്ലിം ലീഗ് പറയേണ്ട കാര്യമില്ല. മുസ്ലിം ലീഗ് ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. സർക്കാരിനെ ഇക്കാര്യത്തിൽ ദുഷ്ടലാക്കാണെങ്കിൽ കൂടിയും ആഗോള അയ്യപ്പ സംഗമത്തിൽ ലീഗ് നിലപാട് പറയില്ല. അത് അവരുടെ ഒരു മര്യാദയാണ്. ആ മര്യാദയ്ക്ക് വിട്ട് അവരൊരു രാഷ്ട്രീയ പ്രതികരണത്തിലേക്ക് കടന്നാൽ നിങ്ങൾ ആ മുസ്ലിം ലീഗിനെ മുസ്ലിം എന്ന് മാത്രമാക്കും. അതുകൊണ്ടാണ് ആ പ്രതികരണം അവർ നടത്താത്തത്. അത് UDF-നകത്ത് ചർച്ച ചെയ്യേണ്ടടുത്ത് അവർ ചർച്ച ചെയ്യും. അത് കോൺഗ്രസ് നിലപാട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. നിങ്ങൾ ന്യൂനപക്ഷ പ്രീണനം നടത്തി ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളം വയ്ക്കാനുള്ള നടപടികൾ നടത്തുന്നു എന്നതാണ് കോൺഗ്രസിൻ്റെ പ്രതികരണം. ഇനി അതിൽ മാറ്റം വരുമോ? കോൺഗ്രസിനകത്ത് മറ്റു നേതാക്കൾക്ക് മറ്റു നിലപാടുണ്ടോ എന്നറിയില്ല. ഇതുവരെ VD സതീശൻ മാത്രമാണ് പ്രതികരിച്ചത്. ഇന്ന് മാധ്യമങ്ങൾ പിന്നാലെ പോയപ്പോൾ അദ്ദേഹം പ്രതികരിക്കാതെ പോവുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ യൂട്ടേൺ ആണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആദ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം വരുന്നു, പിന്നീട് VN വാസവന്റെ പ്രതികരണം വരുന്നു, ഇപ്പോഴതാ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം വരുന്നു. അപ്പോൾ ഇതാണ് ആചാര സംരക്ഷകരായി ഇടത് സർക്കാർ മാറിയിരിക്കുന്നു. നടക്കട്ടെ, നവോത്ഥാനം പറണത്ത് വയ്ക്കൂ. സർക്കാരിൻ്റെ യൂട്ടേണോ എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് എൻ്റെയും അഭിപ്രായം. Meet the editors.